നമുക്ക് വേദിയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് വേദ വന്ന് ശ്രീനിവാസനോട് പറയുന്ന കാര്യങ്ങളൊക്കെ രാധ പുറത്തു നിന്ന് കേൾക്കുകയാണ്. അപ്പൊ ഇതാണ് ഇവളുടെ പരിപാടി. എങ്ങനെയെങ്കിലും വിക്രത്തെ ശ്രീനിവാസ് സാറിനെ തമ്മിൽ തെറ്റിപ്പിക്കണം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ വിക്രത്തോട് ഈ കാര്യങ്ങളൊക്കെ പറയണം. ഇവളുടെ മനസ്സിലെ ഉദ്ദേശം എന്താന്ന്. അങ്ങനെ വേദ അവിടുന്ന് അകത്തുനിന്ന് ഇറങ്ങി വരണതിന് മുമ്പ് തന്നെ രാധ പെട്ടെന്ന് തന്നെ പോവുകയാണ്. ആ സമയത്ത് ശ്രീനിവാസൻ വേദയോട് പറഞ്ഞു, വേദ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോ. ഇനിയിപ്പം ഞാൻ ഒരു കാരണവശാലും വിക്രത്തെ ശല്യപ്പെടുത്താൻ വരില്ല. വിക്രത്ത് ഒരു കാര്യത്തിലും വിളിക്കില്ല. അതുപോരെ, ആ ഒരു ഉറപ്പ് നിനക്ക് പോരെ. ഇത് കേട്ടപ്പം വേദ പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് സാർ. എനിക്ക് വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അറിയാലോ. എനിക്ക് വിക്രത്തെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. വിക്രം നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്. ഇത്തരം വിദ്യാഭ്യാസ വിവരമുള്ള ഒരാള് ഇങ്ങനെ ജീവൻ നശിപ്പിച്ച് കളയുന്നേ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാ. വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാലോ. അച്ഛനാണെങ്കിലും വിക്രത്തെ ഓർത്ത് നല്ല വിഷമമുണ്ട്. അത് കേട്ടതും ശ്രീനിവാസൻ പറഞ്ഞു, ഇനി വേദയ്ക്ക് പോവാം. പിന്നീട് വേദ പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് പോകുന്ന സമയത്ത് ശ്രീനിവാസനോട് സുധ ചോദിച്ചു, അല്ല എന്ത് പരിപാടി ശ്രീനേട്ടാ കാണിച്ചേ? അവളോട് അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പിന്നെ ഞാൻ എന്ത് പറയണം സുധേ? അല്ല ശ്രീനിവാസനെ വിക്രത്താൻ തമ്മിൽ തെറ്റിക്കാനായിട്ടുള്ള പരിപാടിയായിരിക്കും കാണിച്ചിരിക്കുന്നത്. അതെ, എന്ത് വേണം കാണിച്ചോട്ടെ, അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അല്ല ശ്രീനേട്ടാ, ഞാനൊരു കാര്യം പറയാം. ശ്രീനേട്ടൻ്റെ ബലം കൈയാണല്ലോ വിക്രം. ഒരു പക്ഷേ വിക്രം ശ്രീനേട്ടൻ്റെ അടിയിൽ നിന്ന് പോയെന്നറിഞ്ഞാൽ പിന്നെ ഈ പലിശ തരുന്ന ആൾക്കാരൊന്നും തന്നെന്ന് വരത്തില്ല. കുറച്ച് ദിവസം വിക്രം ഇല്ലാതെ പോയി കഴിഞ്ഞപ്പോൾ നമ്മളത് അനുഭവിച്ചല്ലേ. അപ്പോൾ പിന്നെ വിക്രം പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നേ? അത് സുധേ, ഇപ്പം നമുക്ക് ആവശ്യം അതൊന്നുമല്ല. വിക്രത്തിന് നല്ലൊരു ജീവിതം ഉണ്ടെങ്കിൽ, ഒരു ഭാവി ഉണ്ടെങ്കിൽ അവൻ ആ രീതിക്ക് പോട്ടെ. ഒരു പെൺകുട്ടിയുടെ രോദനം കേട്ടില്ല നീയ. ഇനിയിപ്പം നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. അവൾക്ക് അവനെ നന്നാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ നന്നാക്കി എടുക്കട്ടെ. സുധ പറഞ്ഞു, അവൻ ശ്രീനേട്ടനെ വിട്ടു പോകുന്ന എനിക്ക് തോന്നില്ല. അതൊരു കാരണവശാലും പോകത്തില്ല. ശ്രീനേട്ടൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവനാണ്. നീ ഇപ്പം ഇതൊക്കെ പറയുന്നുണ്ട്. അവൻ 2-3 വട്ടം ജയിലിൽ കിടന്നപ്പോഴും ഇറക്കാനെന്ന കാര്യം നിന്നോട് ഞാൻ പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞേ? ഞാൻ അതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നാണക്കേടാവുന്നു. ഇപ്പം പിന്നെ നീ എന്തിനാ സുധ ഇതൊക്കെ പറയണേ? നീ ആ കാര്യം വിട്ടേരെ. ഇനിയിപ്പം വിക്രം പോയിട്ടുണ്ടെങ്കിൽ പാരം വേറെ ആരെങ്കിലും വരും, അങ്ങനെ വിചാരിക്കാം. അതും പറഞ്ഞ് ശ്രീനിവാസനകത്തേക്ക് കയറിപ്പോയി. പക്ഷേ ഇത് സുധയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വിക്രം പോയാൽ ശ്രീനിവാസന്റെ ചിറകൊടിയുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അവർക്ക് വിക്രത്തെ വേണം താനും. വിക്രം എന്തെങ്കിലുമൊക്കെ പണികൾ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊന്നും ആ പൊല്ലാപ്പിലൊന്നും പോയി തലയിടാനായിട്ട് സുധയ്ക്ക് പറ്റുകയും ഇല്ല. സുധ ആ സമയത്ത് ശ്രീനിവാസനോട് ഓരോന്ന് പറയുകയും ചെയ്യും, വിക്രത്തിന്റെ പിന്നാലെ പോവരുത്, നമുക്ക് നാണക്കേടാന്നൊക്കെ. പക്ഷെ ആവശ്യത്തിന് വേണം. അതുകൊണ്ട് അവനെങ്ങാനും ഇങ്ങനെ മനസ്സ് മാറിപ്പോയാൽ ഇനി ശ്രീനിവാസന്റെ കാര്യം പണ്ടത്തെ പോലെ പലിശ കാര്യങ്ങളൊന്നും കിട്ടത്തില്ലോ എന്നൊരു ചിന്ത സുധയുടെ മനസ്സിനെ വേട്ടയാടുക. അതേസമയം രാധ രണ്ടും കൽപ്പിച്ച് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോന്നേ. വർക്ക്ഷോപ്പിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറയണം. ചെന്ന് കഴിഞ്ഞപ്പോൾ ജോസഫും രാജേട്ടനും സജീവനും എല്ലാവരും വർക്ക്ഷോപ്പിലുണ്ടായിരുന്നു. കൂടെ വിക്രം ഉണ്ടായിരുന്നു. രാധയെ കണ്ട് സജീവൻ ചോദിച്ചു, എന്ത് പറ്റി രാധേ? പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? രാധ പറഞ്ഞു, വരേണ്ട ആവശ്യം വന്നാൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വന്നതാ. എനിക്ക് വിക്രത്തോട് അല്പം സംസാരിക്കാനുണ്ട്. വിക്രം ചോദിച്ചു, നിനക്കെന്താ സംസാരിക്കാനുള്ളത്? എന്താണല്ലോ സംസാരിക്കാമല്ലോ. അത് പിന്നെ വിക്രം, ഞാനൊരു കാര്യം പറഞ്ഞു, അത് വിക്രത്തോട് പറയാൻ വേണ്ടി വന്നാ. എന്ത് കാര്യം? നീ എന്ത് കാര്യം അറിഞ്ഞത്? അത് മറ്റൊന്നുമല്ല, വേദയുണ്ടല്ലോ വിക്രത്തിന്റെ ഭാര്യ, ശ്രീനിവാസ് സാറിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. വേദയോ? അവളെന്തിനാ ശ്രീനിവാസ് സാറിനെ കാണാൻ പോന്നേ? അതിന്റെ ആവശ്യം അവൾക്കില്ലല്ലോ. അത് വിക്രമേടം പറയുമെന്ന് എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്. പക്ഷെ അതൊന്നുമല്ല സത്യാവസ്ഥ. കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്നറിയാവോ? അപ്പോഴേക്കും സജീവൻ പറഞ്ഞു, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഇത് വേറൊരു കാര്യമാണ്. ഒരു കാരണവശാലും ഇനിയിപ്പം ശ്രീനിവാസ് സാറ് വിക്രമേട്ടനെ അങ്ങോട്ടേക്ക് വിളിക്കരുതെന്ന്, ഒരു കാര്യത്തിനും വിളിക്കരുതെന്ന്. നീ എന്തൊക്കെയാണ് അതേ പറയണമെന്ന് ചോദിച്ചു. വിക്രം ചാടി എഴുന്നേറ്റു. ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ചെവിക്കേട്ട കേട്ട കാര്യമാണ് ഞാനിതൊക്കെ പറയണേ. അല്ലെങ്കിൽ പോയി ഭാര്യയോട് ചോദിച്ചു നോക്ക്, ശ്രീനിവാസ് സാറിനെ കാണാൻ പോയായിരുന്നോന്ന്. എന്താ ശ്രീനിവാസ് സാറിനോട് പറഞ്ഞേന്ന്. മേലില് ഇനിയിപ്പോൾ ശ്രീനിവാസ് സാറിൻ്റെ അടുത്തേക്ക് വിക്രമേട്ടനെ വിളിപ്പിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യത്തിനും വിളിപ്പിക്കരുത്. എൻ്റെ ഭർത്താവിനെ എനിക്ക് വേണം. അതൊക്കെ പറഞ്ഞുകൊണ്ട് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞു. ഇല്ലാത്തതും എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടിച്ചേർത്തി പറയുകയാണ് രാധ വിക്രത്തോട്. ഇതെല്ലാം കേട്ട് ഞാൻ വിക്രം പറഞ്ഞു, ഓഹോ, അവൾക്ക് അത്രയ്ക്ക് അഹങ്കാരമോ? അവളെൻ്റെ ഭാര്യയാന്ന് കരുതിയിട്ടാ ഞാൻ സഹിച്ചത്. പക്ഷേ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ചോദിച്ചിട്ട് തന്നെ കാര്യം. പെട്ടെന്ന് ജോസഫ് വിക്രത്തിനോട് പറഞ്ഞു, വിക്രം വേണ്ട, തൽക്കാലത്തേക്ക് ഒന്നും പോണ്ട. വേദ നിന്റെ ഭാര്യ, ആ ചിന്ത വേണം. ഭാര്യ എന്നും പറഞ്ഞോണ്ട് അവളുടെ അടിമയല്ല ഞാൻ.
എന്ത് ചെയ്യണോ ഏത് ചെയ്യണമൊക്കെ ഞാൻ തീരുമാനിക്കാം. എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുന്നത്, അവളുടെ ഇഷ്ടത്തിനല്ല. ആരോടൊപ്പം പോയി ആരോടൊപ്പം പോയി കഴിയണമെന്നും ഒക്കെ അത് എൻ്റെ തീരുമാനമാണ്. ശ്രീനിവാസ് സാറിനോടൊപ്പം ഞാൻ നടന്നോർത്തോണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കറിയാലോ, എപ്പോഴും ഞാൻ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമേ പോയിട്ടുള്ളൂ, അല്ലാതെ തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്നിനും ഇറങ്ങി തിരിച്ചിട്ടില്ല. രാജേട്ടൻ പറഞ്ഞു, അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ വിക്രം. എന്നിട്ടും കണ്ടില്ലേ, അവള് ശ്രീനിവാസ് സാറിനെ വെല്ലുവിളിക്കാൻ പോയിരിക്കുന്നു. എൻ്റെ ജീവൻ രക്ഷിച്ച എൻ്റെ ജീവൻ്റെ ജീവനാ ശ്രീനിവാസ് സാറ്. ആരെങ്കിലും ശ്രീനിവാസ് സാറിനെ മോശമായി പറഞ്ഞാൽ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോഴാണ് എൻ്റെ ഭാര്യ അഹങ്കാരം കാണിച്ച് പോയിരിക്കുന്നത്. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന കാര്യമില്ല. അതും പറഞ്ഞ് വിക്രം നേരെ തൻ്റെ ബൈക്കും എടുത്ത് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുവാണ്. അങ്ങനെ വിക്രം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം രാധയുടെ അടുത്തുനിന്ന് ജോസഫ് ചോദിച്ചു, നിനക്കിത് എന്തിൻ്റെ അസുഖം രാധേ? നീ എന്തിനാ വിക്രത്തോട് ഇങ്ങനെ ഒന്ന് പറഞ്ഞേ? ഇനിയിപ്പോൾ അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാവില്ലേ? നിന്റെ മനസ്സിൽ അതായിരുന്നു ആഗ്രഹം. ഓ, ഞാനിപ്പോൾ കേട്ട കാര്യം പറഞ്ഞു. ഇനിയിപ്പം നാളെ വിക്രമേണ് സങ്കടമാവും ശ്രീനിവാസ് സാറ് വിളിച്ചില്ലോന്ന്. അപ്പം കാര്യം എന്താണെന്ന് അറിയുമല്ലോ. അപ്പോൾ ഒരിച്ചിട്ട് നേരത്തെ അറിഞ്ഞോർത്ത് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിലും അവൾക്ക് എന്ത് അഹങ്കാരം ഉണ്ടായിട്ട് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. അവൾ സ്വന്തം ഭർത്താവിനെതിരെ മൊഴി കൊടുത്തവളാ. ഭർത്താവ് ജയിലിൽ കിടക്കാൻ വേണ്ടി മൊഴി കൊടുത്തവളാ. എന്നിട്ടാണ് അവളിപ്പോൾ വലിയ വീരവാദം അടിച്ച് വന്നിരിക്കുന്നത്. ഇത് കേട്ടപ്പം സജീവൻ പറഞ്ഞു, എന്താണെങ്കിലും ചെയ്ത മോശമായി പോയിരാതെ, ഇതൊന്നും പറയേണ്ട കാര്യമായിരുന്നില്ല. വെറുതെ എന്തിനാ വിക്രത്തിനെ ദേഷ്യം പിടിപ്പിച്ചു വിട്ടെ? ഇനിയിപ്പോൾ വിക്രം വീട് ചെന്ന് എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തൊക്കെ ചെയ്യാനാ? ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. ആ വേദയെന്ന് പറയുന്നവൾക്ക് ഇത്തിരി കൊമ്പുണ്ട്, അവളുടെ കൊമ്പൊടിച്ച് അങ്ങോട്ട് വരണം. അത് കേട്ടപ്പം ജോസഫ് പറഞ്ഞു, വിക്രത്തെ കിട്ടാത്തതിന് ദേഷ്യമല്ലേ രാധേ നിനക്ക്? നല്ലൊരു ജീവിതമുള്ള നിനക്ക്, നീ ആയിട്ട് തല്ലി തെറിപ്പിക്കരുത്. ആ വേദയും വിക്രം എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ. ഇനിയിപ്പം വിക്രത്തിൻ്റെ പേരിൽ നീ എന്തിനാ ഒരു പ്രശ്നം കൂടി ഉണ്ടാക്കണേ? ഓ, ഞാനെന്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട്? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കണില്ലേ? അതൊക്കെ പറഞ്ഞുകൊണ്ട് രാധ അങ്ങോട്ടേക്ക് പോയി. രാജേട്ടൻ പറഞ്ഞു, ഇവള് ശരിക്കും പിരികൊടുത്താ വിട്ടിരിക്കുന്നത്. ഇനി വിക്രം മേടിച്ചാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ആര് കണ്ടു? പാവ കൊച്ചിൻ്റെ കാര്യം. അതാണെങ്കിൽ വിക്രത്തെ എങ്ങനെയും നേരെയാക്കാൻ വേണ്ടി നടക്കുക. ആ സമയം വേദ വീട്ടിലേക്ക് വന്നു. വേദ വീട്ടിലേക്ക് വന്നപ്പോൾ അടുക്കളയിൽ ജോലികളൊന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല. വേദ അടുക്കളയിൽ കയറി ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ നന്ദിനി അങ്ങോട്ടേക്ക് വന്നു. നന്ദിനി വന്നിട്ട് ചോദിച്ചു, നീ എന്താ അടുക്കളയിൽ? എന്താ, എനിക്ക് അടുക്കളയിൽ നിന്നൂടെ? ഓ, നിന്നോടാരാ അടുക്കളയിൽ കയറാൻ പറഞ്ഞേ? അമ്മ പറഞ്ഞിട്ടില്ലേ നിന്നോട് അടുക്കളയിലേക്ക് വരില്ല, ഇവിടുത്തെ സാധനങ്ങളൊന്നും എടുക്കരുത്? അതെ, നിന്റെ പാചക പരീക്ഷണങ്ങളൊന്നും ഈ അടുക്കളയിൽ വേണ്ട. അത് നന്ദിനിയാണോ തീരുമാനിക്കുന്നത്? ഞാനല്ല, പക്ഷെ അമ്മയെ തീരുമാനിക്കുന്നത്. അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ നിന്നോട് മുമ്പ് ഇങ്ങോട്ട് കയറിയേക്കരുതെന്ന്. വിക്രത്തിനെതിരെ മൊഴി കൊടുക്കാൻ പോയ സമയത്ത് പറഞ്ഞാണ് ഇനി കയറിയേക്കരുതെന്ന്. അത് നന്ദിനിയെടുത്തി. അതന്ന്, ഇപ്പോഴങ്ങനെയൊന്നുമല്ല. പിന്നെ ഇപ്പോഴങ്ങനെയൊന്നും അല്ല പോലും. അതൊക്കെ നിനക്ക് പറയാം, പക്ഷെ അതങ്ങനെ തന്നെയാ. ഇതെല്ലാം കേട്ട് പുറത്ത് കമൽ നിൽക്കുന്നുണ്ടായിരുന്നു. കമലിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം വേദ ഒത്തിരി വിഷമിക്കുന്നൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അവളെ ഒന്ന് ചേർത്ത് പിടിപ്പിക്കണമെന്നും ആശ്വസിപ്പിക്കണമെന്നും ഒക്കെ കമലയുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. താൻ അവളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. പാവം കുട്ടി എത്ര വലിയ വീട്ടിൽ നിന്ന് വന്നതായിട്ടും അവൾക്ക് അതിൻ്റെതായ ഒരു അഹങ്കാരമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോഴേക്കും ശ്രീജ നന്ദിനിയോട് പറഞ്ഞു, നന്ദിനി നീ അങ്ങോട്ട് മാറി നിൽക്കുക. വേദ എന്തെങ്കിലും ജോലി ചെയ്താലും നിനക്കെന്താ കുഴപ്പം? പിന്നെ ജോലി ചെയ്യാൻ വന്നിരിക്കുന്നു, കണ്ടെടുത്തൂടെയൊക്കെ നിരങ്ങിയിട്ട് വന്നിരിക്കുക. എന്നിട്ട് അവൾ അടുക്കള കയറി ജോലി ചെയ്താൻ വന്നിരിക്കുന്നു. ശ്രീജ അടുത്തേക്ക് നാണമില്ലേ ഇവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കാനായിട്ട്? ശ്രീജ പറഞ്ഞു, ഇതേ വെറുതെ അനാവശ്യം പറഞ്ഞുകൊണ്ട് വന്നാണ്ടല്ലോ. അപ്പോഴേക്കുമാണ് ബൈക്ക് വരുന്നത്. ബൈക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശ്രീജ പറഞ്ഞു, ഇതേ വിക്രം വന്നും തോന്നേന്ന് വേദയോട് പറയാം. വിക്രം നേരെ പാഞ്ഞ് മുറിയിലേക്ക് വന്നപ്പോൾ വേദയെ കണ്ടില്ല. അപ്പോൾ അടുക്കള കാണുമെന്ന് തോന്നി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വേദ അവിടെ നിൽക്കുന്നുണ്ട്. ശ്രീജ, നന്ദിനി അവരെല്ലാവരും ഉണ്ട്. വിക്രം വന്നിട്ട് വേദയുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് വാടിയെന്ന് പറയാണ്. എന്താ വിക്രം, എൻ്റെ കയ്യിൽ നിന്ന് വിട്. വിക്രം എന്താ കാണിക്കണേ? എന്താ കാണിക്കണമെന്ന് മനസ്സിലായില്ല. ഇന്നത്തോടുകൂടി നിന്റെ പൊറുതി ഇവിടുത്തെ അവസാനിക്കുക. നിന്നെ ഇപ്പം തന്നെ വീട്ടിൽ കൊണ്ടേ വിടാൻ പോവാ. എന്തെങ്കിലും എടുക്കാനുണ്ടേ എടുത്തോ. വീട്ടിൽ കൊണ്ടുവിടാനോ? വിക്രത്തിന് എന്ത് പറ്റി? ശ്രീജി ചോദിച്ചു. ഇതെന്താ വിക്രം ഈ കാണിക്കുന്നത്? അവളുടെ കയ്യിൽ നിന്ന് വിട്. നന്ദിനിക്ക് സന്തോഷം. ആഹാ, കൊള്ള സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ എന്താണെങ്കിലും ഒരു വെടിക്കുട്ടിനെ തിരികൊളുത്തുവാണ്. ഇനിയിപ്പോൾ അധികം വൈകാതെ പൊട്ടും. ആ ഒരു സന്തോഷത്തോടെ നന്ദിനി ഇങ്ങനെ നോക്കി നിൽക്കുക. കയ്യെ പിടിച്ച് വലിച്ചു കഴിയുമ്പോഴത്തേന് കമലയും മാഷും അങ്ങോട്ട് വന്നു. മാഷ് ചോദിച്ചു, എന്ത് പരിപാടിയാടാ? അവളുടെ കയ്യേന്ന് വിടാം. ആരും തടയണ്ട, ഇവളെ ഞാൻ അവളുടെ വീട്ടിൽ കൊണ്ടേ വിടാൻ പോവാ. ഇനി ഇവളെ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇറക്കി. അപ്പോഴേക്കും വേദ ചോദിച്ചു, വിക്രത്തിന് എന്ത് പറ്റി? വിക്രത് എന്ത് പരിപാടിയാണ് കാണിക്കണേ? മര്യാദയ്ക്ക് എൻ്റെ കയ്യേന്ന് വിട്. നിന്റെ കയ്യേന്ന് വിടാനോ? അങ്ങനെ നീ ഇവിടെ സൂചിച്ച് ജീവിക്കാന്ന് വിചാരിക്കണ്ട. എടി, ഞാൻ എന്ത് ചെയ്യണം ചെയ്യേണ്ടതൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്, നീയല്ല. നീ എന്നാ ശ്രീനിവാസ് സാറിനെ കാണാൻ പോയായിരുന്നോ? വേദ ചോദിച്ചു, എന്താ പോയിരുന്നു? നീ സാറിനോട് എന്താ പറഞ്ഞേ? അത് പിന്നെ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓഹോ, അപ്പം ശരിയല്ല ഞാൻ അറിഞ്ഞ കാര്യം. നീ ശ്രീനിവാസ് സാറിൻ്റെ അടുത്ത് പോയിട്ട് മേലാൽ ഇനി എന്നെ അങ്ങോട്ട് കയറ്റിയേക്കരുതെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറയാൻ നിനക്ക് ആരാ അവകാശം തന്നിരിക്കുന്നേ? വേദ പറഞ്ഞു, ഞാൻ വിക്രത്തിൻ്റെ ഭാര്യയല്ലേ. അവന് ഭാര്യയ്ക്ക് പല കാര്യങ്ങളും
നടത്താനുള്ള അധികാരം ആവശ്യമില്ലേ? ഭർത്താവിനെ നേർവഴിക്ക് നടത്തേണ്ട ഒരു ഭാര്യയുടെ കടമയല്ലേ നിന്റെ കടമ. ഈ താലി കടത്തിയിട്ടുണ്ടല്ലേ നീ കടമ കാണിക്കുള്ളൂ. താലി ഉള്ളതുകൊണ്ടല്ലേ. ഇതും കൂടെ വലിച്ചു പൊട്ടിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള ബന്ധം. അതും പറഞ്ഞുകൊണ്ട് വിക്രം വേദയുടെ കഴുത്തിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു, ആ താലിയിലേക്ക്. അത്ര സമയം കമല അത് നോക്കി നിൽക്കുമായിരുന്നു. മാഷ് പോലും ഞെട്ടിപ്പോയി. കമല പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് വിക്രത്തിനെ അങ്ങോട്ട് പിടിച്ചു മാറ്റിയിട്ട് വിക്രത്തിൻ്റെ കവിളത്ത് ഒറ്റ എണ്ണം കൂടി കൊടുത്തു. നീ എന്ത് പരിപാടിയാടാ കാണിക്കണേ? അവളുടെ കഴുത്തേക്ക് കിടക്കുന്ന താലി വലിച്ചു പൊട്ടിക്കുവോ? വേദ ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ നന്ദിനി. ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല. കാരണം കമലയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തുള്ള കാര്യമായിരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.